ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ബ്രോസ്റ്റഡ് ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് ഇന്ന്. അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നാടൻ ബ്രോസ്റ്റഡ് എന്നൊക്കെ പറയാമല്ലേ, നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. ഒരു 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തൈയോട് കൂടിയിട്ടുള്ള ഒരു ലെഗ് പീസാണ് ഞാൻ എടുത്തത്. മൊത്തത്തിൽ അത് തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 800 ഗ്രാമാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് വരുന്നത്. നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വരയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വാർത്തതിന് ശേഷമാണ് ചിക്കൻ എടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഇതിലുള്ള 2 അല്ലി കേട്ടോ, അത് മാത്രം മതി. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനൊരു 16 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ ഒരു 14 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ അതൊരു 16 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പോളം കറിവേപ്പിലാണ് വേണ്ടത്. അത് നല്ല കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത്ര തന്നെ മല്ലിച്ചപ്പും വേണം. ഒരു 1/4 കപ്പിന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചതച്ച മുളകാണ്. ഞാനിവിടെ എരിവില്ലാത്ത ചതച്ച മുളകാണ് എടുത്തത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ മുളകാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ചതച്ച മുളക്. പിന്നെ വലിയ ജീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അത് കുറച്ചധികം വേണം. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, അതൊരു ടീസ്പൂണാണ് വേണ്ടത് കേട്ടോ. അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വിനെഗർ, നമ്മളെ സുർക്ക. ഇത് അരച്ചെടുക്കേണ്ടത് ഈ ഒരു സുർക്കയിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. പണ്ടത്തെ ഇതിൽ പറയുന്നത് കേൾക്കല്ലേ, വിനാഗിരി തൊട്ട് അരച്ച് എന്ന് പറയുന്നത് അതുപോലെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ഞാനത് ചതച്ച് കൊണ്ടുവരാം. ഇപ്പം അത് നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് അരക്കണ്ടി കേട്ടോ. അരിഞ്ഞണോന്ന് ചോദിച്ചാൽ അരി തന്നെ വേണം. ഒരുപാട് അങ്ങ് വലിയ ചങ്കിയായിട്ടല്ല വേണ്ടത്. ഈ ഒരു രീതിയിൽ ഒരു ചതച്ച് അരച്ചെടുത്ത ഒരു രീതിയിൽ കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. പറ്റുകയാണെങ്കിൽ ടിഷ്യൂ കൊണ്ടൊന്ന് ചിക്കൻ നന്നായിട്ട് തുടച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ തീരെ വെള്ളമില്ലാത്ത ചിക്കൻ ആയിരിക്കണം. എന്നിട്ട് അതിലേക്ക് ഇത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങൾ, കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ വേണ്ട മുളക് പൊടി, ഞാനിവിടെ എരിവില്ലാത്ത കശ്മീരി മുളകാണ് എടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് സാധാ മുളകോ ഏത് മുളക് വേണമെങ്കിലും ഇടാം. പിന്നെ വേണ്ടത് ഗരം മസാല ആണ്. അത് ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. അതും കൂടി പോവണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 200 ഗ്രാം ഉണ്ടല്ലോ, ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ഒരു അരപ്പും ആ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തുള്ളി പോലും വെള്ളം ഇതിൽ ചേർക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല ഡ്രൈ ആണ് ഈ ഒരു മസാല. അതുപോലെ തന്നെ ചിക്കനിലും അങ്ങനെ വെള്ളം ഇറങ്ങി വരാനൊന്നുമില്ല. നന്നായിട്ട് ഞാൻ ഡ്രൈ ആക്കി എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാ ചിക്കൻ്റെ മേലെയും നന്നായിട്ട് ഈ ഒരു വരഞ്ഞെടുത്ത അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയുക റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഈ ഒരു മസാല പിടിച്ചിട്ടുള്ള ടേസ്റ്റ്. ഒരു 2-3 മണിക്കൂറെങ്കിലും ഉള്ളത് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരു 3 മണിക്കൂറിന് ശേഷം എടുക്കാം. ഇപ്പോൾ അതൊരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഈ ഒരു ചിക്കൻ എടുത്തത് കേട്ടോ. അതിന് ശേഷം ഇനി ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ സൈസുള്ള ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. ഇതൊക്കെ ലാസ്റ്റേ ചേർക്കാവൂ കേട്ടോ. ഇത് പത്തിരിപ്പൊടിയാണ്, റോസ്റ്റഡ് റൈസ് ഫ്ലോർ. ചില നമ്മളെ പത്തിരി ഇടിയപ്പം പൊടി അതൊക്കെ ഇല്ലേ, അതാണ് 1 ടേബിൾ സ്പൂൺ. പിന്നെ അത് കോൺഫ്ലോർ ആണ്, അതൊരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. 1:3 എന്നാണ് നമ്മളെ ഈ ഒരു പൊടിൻ്റെ ഇത് അളവ് എടുക്കേണ്ടത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഈ ഒരു എല്ലാ ചിക്കൻ്റെ മേലെ ഒന്ന് പൊതിയുന്ന രീതിയിൽ മസാല ഒന്ന് നന്നായിട്ട് തേച്ചെടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ ഒരു മുട്ടയുണ്ടല്ലോ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മസാല ഒന്ന് പുരട്ടിയ പോലെ ആയിട്ട് വരും. ഒരു പൊതിഞ്ഞ പാകത്തിലാണ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു രീതി കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് പൊരിക്കേണ്ടതെന്ന് പറയുന്നത് നല്ല അയൺ ചട്ടിയിലായിരിക്കണം പൊരിക്കേണ്ടത് കേട്ടോ. നമ്മളെ ഇരുമ്പ് ചട്ടി എന്ന് പറയില്ല, അതിൽ പൊരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ ആണ് വേണ്ടത്. ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂട് ആറിക്കോട്ടെ. അതിന് ശേഷം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ആദ്യം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ഇങ്ങോട്ട് കോരലാണ് നല്ലത്. അതിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കോരി മാറ്റിയാൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യാൻ നല്ലൊരു ഭംഗിയും ഉണ്ടാവും. പിന്നെ ഈ ഒരു ഇത് പൊരിക്കുന്ന സമയത്ത് ഈ ഒരു എണ്ണയിൽ ഇതിൻ്റെ ഫ്ലേവർ അവിടെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഈ പച്ചമുളക് മുഴുവനത്തോടെ ഇട്ടതുകൊണ്ട് അത് ഈ എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കോരലാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ആ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ ഒരു പച്ചമുളകും ഞാൻ കോരി മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ദാ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചൂടുള്ള എണ്ണയാണ്. എന്നിട്ടിപ്പോൾ ഞാനിത് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ദാ 2 പീസ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ സിമ്മിലാണ് വെക്കേണ്ടത്. ഒരു സമയം കണക്കാക്കി വെച്ചാൽ മതി. ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ നമ്മളത് ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. അത് നല്ല എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 8 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു തുള്ളി പോലും മസാല ഒന്നും അതിൽ നിന്ന് എണ്ണയിലേക്ക് വീഴുക ഒന്നും ചെയ്യൂല. നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലിൻ്റെ മേലേന്ന് വീഴുന്ന ആ ഒരു തരി അല്ലാണ്ട് ചിക്കൻ്റെ മേലേന്ന് ഒന്നും ഇളകിപ്പോരൂല. അപ്പോൾ അതാ ഞാൻ 8 മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഒരു 8 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ ഒരു 8 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഇത് എണ്ണയിൽ നിന്ന് നന്നായിട്ട് കോരിയെടുക്കുക. എണ്ണ ഒന്നൊരു തുള്ളി പോലും കുടിക്കുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. നല്ലൊരു കോട്ടിങ് അതിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇനി ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. സമയം ആ ഒരു കറക്റ്റ് സമയം അതുപോലെ വേവിച്ചെടുത്താൽ മതി. അത് രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് എല്ലാ ചിക്കനും ഞാനിതവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു 8 പീസാണ് ഉണ്ടായിരുന്നത്. 8 പീസും 6 പീസാണ് കേട്ടോ. 6ഉം ഞാൻ കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മസാല ഇല്ലേ, ആ ഒരു മാരിനേറ്റ് ചെയ്തത്, അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് വടിച്ചെടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മസാലയിൽ നമ്മളെ പൊടികളും ഉണ്ട്. അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലോറും ഉണ്ട് അല്ലേ, മുട്ടയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലിട്ട ഉടനെ തന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഇങ്ങോണ്ടിരിക്കണം കേട്ടോ. അല്ലാഞ്ഞാൽ അത് ഒറ്റയടിക്ക് ഒരു ബജി പോലെ ഒറ്റ കട്ടായിട്ടാണ് വരിക. ഇങ്ങനെ ഇളക്കി എടുത്താൽ മാത്രമാണ് ആ ഒരു തരിതരിയായിട്ടല്ല പൊടി നമുക്ക് വറുത്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് എണ്ണയിലിട്ട നേരെ മുതൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല തരിതരിയായിട്ട് വേറെ ആയിട്ട് നിന്നോളും. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പത ഒന്ന് അടങ്ങി വരണം. നമ്മൾ ഈ ഒരു ഒട്ടക്കോരിയിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എണ്ണ മുഴുവനും വാർന്നിട്ട് കിട്ടും കേട്ടോ. അത് കംപ്ലീറ്റ് ഞാൻ ഇതൊന്ന് ഈ ഒരു കോരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചൂടുകൊണ്ടാണ് ഇതിങ്ങനെ പത പൊന്തുന്നത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു കുറച്ച് സമയം അങ്ങനെ വെച്ചപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് ഊറി വന്നാണ്. ഇതിന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താണ്. ഇതിന് എങ്ങനെയാണ് നമ്മൾ വിളമ്പണമെന്ന് വെച്ചാൽ, ആ ഒരു പൊരിച്ചെടുത്ത ആ ഒരു പൊടിയില്ല, അതും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്താണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ വെറുതെ പറയണതല്ല, ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ നിങ്ങൾ പറയണം കേട്ടോ. അതുപോലെ തന്നെ ആ ജീരകവും 2 ടൈപ്പിലുള്ള ജീരകവും ഇടാൻ വേണ്ടി നോക്കണേ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മേലതാ കുറച്ച് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കറിവേപ്പിലയും പച്ചമുളകും, ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്തും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ വേറൊരു ഗ്രേവിയോ കറിയോ ഒന്നും വേണ്ടിയില്ല കേട്ടോ. ഈ ഒരു സാധനം മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ 2 തക്കാളിയും അതേപോലെ തന്നെ 2 കഷ്ണം ഉള്ളിയും ചെറുനാരങ്ങയും എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതും കൂടെ ഇതിനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ, വെള്ളപ്പം. അപ്പോൾ ഒരു 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. വറുത്ത അരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടി. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ആണ് വേണ്ടി. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി തേങ്ങ എടുക്കുക കേട്ടോ. 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ സാധാ ചോറില്ലേ, നമ്മൾ ഉച്ചക്ക് വെക്കുന്ന ചോറ്, ആ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും വേണം കേട്ടോ. അപ്പോൾ ചിലർക്ക് മധുരം തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എനിക്കിവിടെ മധുരം ഇഷ്ടമായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒരുപാട് അങ്ങ് പൊങ്ങി വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്തോ. ഞാനൊരു 1/4 ടീസ്പൂണും കുറച്ചും അത്രേ ഉള്ളൂ. 1/2 ടീസ്പൂൺ ഇല്ല, അതിൻ്റെ താഴെയാണ് ചേർത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പിലാണ് ഇത് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല കട്ടിയിലാണെങ്കിലാണ് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുക കേട്ടോ. ആ ഒരു തേങ്ങയും ചോറും നമുക്ക് അരഞ്ഞ് കിട്ടണമല്ലോ. നല്ല കട്ടിക്ക് തന്നെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്, മഷി പോലെ. ഇനിയിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ മിക്സി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഇവിടെ ആവശ്യമായിട്ട് വന്നത് 1.5 കപ്പാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു വെള്ളം പോലത്തെ ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടി ഉണ്ടാവരുത്. നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്തേക്ക് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിലായിട്ട് വന്നോളും. അപ്പോൾ അത് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഇനി ഇത് അടച്ച് വെക്കുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും മതി.
ഇപ്പോൾ ദാ ഒരു ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചിട്ട്. അതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. 2 മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് അങ്ങ് പൊന്തി വന്നിട്ടൊന്നുമില്ല. എന്നാലും നല്ല കറക്റ്റ് പാകത്തിൽ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ. ഈസ്റ്റിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പൊങ്ങി വരണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ആവശ്യമുള്ളൂ. ഇതാ നന്നായിട്ട് നല്ല ടെക്സ്ചറിൽ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ല കറക്റ്റ് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഇരുമ്പ് ചട്ടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെറുതായിട്ട്. എന്നിട്ട് ഒന്ന് ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ മാവ് ഓരോ കയ്യിൽ മാവിയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലവറായിട്ടും അല്ലാണ്ട് റൗണ്ടായിട്ടും ഒക്കെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള സമയത്താണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു മീഡിയം തീയിലേക്ക് അടുപ്പാക്കി വെച്ചാൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കുക കേട്ടോ. പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും. നമുക്ക് അരി കുതിർത്ത് അരക്കുകയൊന്നും വേണ്ടിയില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അല്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമല്ല അരിപ്പൊടി. അത് വെച്ചിട്ട് കുറച്ച് തേങ്ങയും ചോറും ഉണ്ടെങ്കിൽ വേഗമായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സൈഡൊക്കെ ഒന്ന് മൊരിയിച്ചിട്ടാണ് നമ്മൾ എടുക്കൽ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ മൊരിയണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ എടുത്താൽ മതി. വെള്ള കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ എടുത്താൽ മതി. ഞാൻ അടിഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് ആ ഒരു രീതിയിലാണ് എടുക്കൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം അത്യാവശ്യം മധുരം ഉണ്ട്. 2 ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരവും ഉണ്ട്. വെറുതെ കഴിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ചുടുന്ന സമയത്ത് തന്നെ 1-2 തിന്നു. ഇനിയിപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനിയുള്ളതെല്ലാം ഞാനിങ്ങനെ ഫ്ലവറായിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അതിപ്പോൾ വീഡിയോക്ക് വേണ്ടി മാത്രം ഒന്നിങ്ങനെ കാണിച്ചതാണ്. ഇനി ഇത് അടച്ച് വെക്കാം. അപ്പോൾ അതാ രണ്ടാമത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിഭാഗമൊക്കെ ഒന്ന് ക്രിസ്പിയായി നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. എന്നാൽ സെൻറ്റർ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. ഇന്ന് കാണിച്ച രണ്ടും ആ ഒരു ചിക്കനും നമുക്ക് വെറുതെ കഴിക്കാനും പറ്റും, അല്ലാണ്ട് എന്തിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഒരു അപ്പം വെറുതെ കഴിക്കാനും പറ്റും. പാല് പഞ്ചസാര ഒന്നും വേണ്ടിയില്ല. വെറുതെ കഴിക്കാനും പറ്റും. എന്നാൽ എന്തിൻ്റെ കൂടെ കോംബോ ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു അളവിൽ ഞാൻ മൊത്തം ചുട്ടെടുത്തതാണ് ഇട്ടത്. കംപ്ലീറ്റ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റിലേക്കൊക്കെ ഞാനൊന്ന് ഫ്ലവർ പോലെ ആക്കിയതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ തനി നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ ബ്രോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് ശരിയായ രീതിയിലൊരു ചിക്കൻ ഫ്രൈ തന്നെയാണ് തനി നാടൻ രീതിയിലുള്ള. ശരിക്കും നമ്മൾ ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ മാറി നിൽക്കും കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മുന്നിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നവരായിരിക്കും. അല്ലാത്തവരൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു ഇമോജി ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടാനും മറന്നു പോകരുത്. അപ്പോഴാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഊർജ്ജം കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.